ആലുവ മൂന്നാർ രാജപാതയിലൂടെ നടത്തിയ മാർച്ചിൽ പങ്കെടുത്തതിന്റെ പേരിൽ അഭിവന്ദ്യ മാർ ജോർജ് പുന്നംകോട്ടിൽ പിതാവിന്റെയും ജനപ്രതിനിധികളുടെയും പേരിൽ വനം വകുപ്പ് കേസെടുത്തതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി ആലുവ മൂന്നാർ രാജപാത കോർഡിനേഷൻ കമ്മിറ്റി. ആലുവ മൂന്നാർ രാജപാത അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഭൂമിയാണ്, ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. അതിലൂടെ കാലാകാലങ്ങളായിട്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണത്. പക്ഷേ ഇന്നത് വനംവകുപ്പിൻ്റെ കൈവശം ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്രകാരമുള്ളതായ ഒരു പ്രതിഷേധ റാലി അതിലൂടെ സംഘടിപ്പിക്കുവാനിടയായിട്ട് തീർന്നത്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭൂമിയിൽ കൂടെ യാത്ര ചെയ്യാനുള്ള അവകാശം ഒരു ഇന്ത്യൻ പൗരൻ രീതിയിൽ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അതിനെതിരെ വനംവകുപ്പ് കള്ളക്കേസ് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിനെ ശക്തമായിട്ട് ഈ കോർഡിനേഷൻ കമ്മിറ്റി എതിർക്കുന്നു. അതിന് വേണ്ടതായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുവാനായിട്ട് ഈ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കള്ളക്കേസെല്ലാം പിൻവലിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാത തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിലപാട്. അതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനിയും വീഴ്ച വരുത്തുന്ന പക്ഷം ശക്തമായിരിക്കുന്ന പ്രതിഷേധങ്ങളുമായി മുൻപോട്ടേക്ക് പോകുന്നതിനും ഒപ്പം തന്നെ നിയമപരമായിട്ട് നീങ്ങുന്നതിനുമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും പൂർണ്ണമായിരിക്കുന്ന പിന്തുണ, പഞ്ചായത്തിൻ്റെ എല്ലാം പൂർണ്ണമായുള്ള പിന്തുണ ഇക്കാര്യത്തിലുണ്ട്. ആലുവ മൂന്നാർ രാജപാതയിലൂടെ നടത്തിയ മാർച്ചിൽ പങ്കെടുത്തതിന്റെ പേരിൽ അഭിവന്ദ്യ മാർ ജോർജ് പുന്നംകോട്ടിൽ പിതാവിന്റെയും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെയും MLA ആന്റണി ജോണിന്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും പേരിൽ കേസെടുത്തതിൽ ആലുവ മൂന്നാർ രാജപാത കോർഡിനേഷൻ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തുകയും വനംവകുപ്പെടുത്തിയിരിക്കുന്ന കള്ളക്കേസുകൾക്കെതിരെ തുടർ സമരപരിപാടികൾ നടത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തു. കുട്ടമ്പുഴ സെന്റ് മേരീസ് പള്ളിയിൽ കൂടിയ യോഗത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ഫാദർ ജോസ് ചിറപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, വിളിയച്ചാൽ ഫെറാന പള്ളി വികാരി ഫാദർ തോമസ് പറയിടം, ഫാദർ സിബി ഇടപ്പുളവൻ, ഫാദർ അരുൺ വലിയ താഴത്ത്, ജോഷി പൊട്ടയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനകീയ മാർച്ചുമായി ബന്ധപ്പെട്ട പോലീസ് കേസുകൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമപരമായി തന്നെ നേരിടുന്നതിനും ജനപ്രതിനിധികൾക്കെതിരായി വനം വകുപ്പെടുത്തിയിരിക്കുന്ന കേസുകൾ പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിക്കുന്നതിനും തീരുമാനമെടുത്തു. പിതാവിനും ജനപ്രതിനിധികൾക്കുമെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. അഫീന്റെ പിതാവിനെതിരെ കള്ളക്കേസ് എടുത്തതിൽ കോർഡിനേഷൻ കമ്മിറ്റി ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എടുത്തിരിക്കുന്ന കേസുകളെ നിയമപരമായി നേരിടുവാൻ കമ്മിറ്റി തീരുമാനിക്കുന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെട്ട കേസ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും പോലീസ് കേസ് കോർഡിനേഷൻ കമ്മിറ്റിയും ഏറ്റെടുത്ത് നടത്തുവാൻ തീരുമാനിച്ചു. ആലുവ മൂന്നാർ രാജപാതയുടെ നിജസ്ഥിതി PWD മിനിസ്റ്ററിനെ ബോധ്യപ്പെടുത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് നടപടിയെ പ്രതിഷേധിച്ച് റേഞ്ച് ഓഫീസ് പ്രതിഷേധ ധർണ ഉടൻ നടത്തുവാനും തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.